പറഞ്ഞ പോലെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോയിരുന്നാണ്. പിന്നെ ഇനിയിപ്പോ കുറെ കാര്യങ്ങൾ ആലോചിക്കുമ്പോ വേണ്ടാന്നൊക്കെ നല്ലതെന്നും തോന്നും. പിന്നെ നമ്മളെ ബുദ്ധിമുട്ടുകൊണ്ടാണല്ലോ ഓരോരുത്തരും എല്ലാ പണിക്കും നിക്കണത്. അതൊരു കാര്യമാണ്. വല്ല സൂപ്പർ മാർക്കറ്റിലേക്ക് അങ്ങനെ എന്തെങ്കിലും ചാൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയും, നമുക്ക് കയറാൻ പറ്റിയ വല്ല പരിചയക്കാരെ വല്ല സൂപ്പർ മാർക്കറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതായാലും സൂപ്പർ മതി എന്ന് പറയാം. മാർക്കറ്റ് അപ്പൊ ഈ ടാസ്ക്. ഡ്രൈവർ പണി തന്നെ താല്പര്യം ഇല്ലാണ്ട് നിക്കണം. സൂപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ വലിയ ടാസ്കാണ്. നമ്മളെ ഫൈസൽ തന്നെ സൂപ്പർ മാർക്കറ്റിലാണ് ഇപ്പൊ ഉള്ളത്. അപ്പൊ അവൻ പറയണത് ഒരു ഇതില്ലാത്തത് ഇപ്പൊ, എന്നിട്ട് ഇപ്പൊ 2.5 മാസം 3 മാസം പണിയെടുത്തിട്ട് അതിന്റെ ശമ്പളം കൊടുത്തിട്ടില്ല. അങ്ങനത്തെ ഒന്നും വേണ്ടല്ലോ. പണിയൊക്കെ ഇനിയിപ്പോ നോക്കണേ. ഇതന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വീട്ടിലേക്ക് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് അങ്ങനെ അബുദാബി പിന്നെ നമുക്ക് അറിയണ കാരണേ ദുബായിക്ക് എനിക്ക് വലിയ താല്പര്യം ഇല്ല. അതാണ് ദുബായിൽ ഇങ്ങനെ ചാൻസ് ഉണ്ട്. പക്ഷെ ദുബായ് റൂട്ടും കാര്യങ്ങളൊക്കെ നമ്മക്ക് കുറെ ഇപ്പൊ പോയിട്ട് തന്നെ സത്യം പറഞ്ഞ. അപ്പൊ ഇവിടെ അതുകൊണ്ടാണ്. വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ, വെള്ളം. വെള്ളം ഉണ്ട് അല്ലേ? ശരി. അരുവികളുണ്ടാവും അല്ലേ? അരുവികള് ഞാനിപ്പോ കാണുന്നു. ഞാനിപ്പോ ഇങ്ങോട്ടൊക്കെ വന്നപ്പോഴാണ് ഇത് കാണുന്നത്. വഴി ഇവിടെ അതിന്റെ തെറ്റി അപ്പുറത്ത് അവിടെ പോകണ്ട. ഡാമുണ്ട്. വഴി തെറ്റിട്ടേ പോകണമെന്ന് അറിയാം, അതിൻ്റെ ഉള്ളിൽ കൂടെ നടന്നിട്ട്. ഇല്ല, ഞാന് ഒരൊറ്റ പാത്തി കൂടെ ഇങ്ങനെ ഈ ഇത് കാണുന്നില്ലേ, ഇതിമേൽ കൂടെ ഇങ്ങനെ നടന്നു വരിക ചെയ്തത് ഞാൻ. അപ്പൊ തിരികെ അതിമേൽ കൂടെ തന്നെ അങ്ങോട്ട് നടന്നാൽ മതി, വേറെ എങ്ങോട്ടും ഇതാക്കിയിട്ടില്ല. ഇന്നലെ ചെക്കന്മാര് പോയിട്ട് 2 പോയിട്ട് മലയുടെ മുകളിലേക്ക് കേറിയിട്ട് പിന്നെ എന്തോ ആയിട്ട് പിന്നെ നമ്മള് ഇവിടുന്ന് വണ്ടിയായിട്ട് പോയി. വഴി തെറ്റുന്നേ. ഇപ്പൊ അന്ന് പാലക്കാട് ഉണ്ടായത് കണ്ടില്ലേ, നെല്ലിയാമ്പതിയില് മലയുടെ മേലെ കയറിയിട്ട് ലാസ്റ്റ് ഫയർഫോഴ്സ് വരേണ്ടി വന്നു എന്ന് പറഞ്ഞിട്ടില്ല. ഞമ്മക്കറിയാത്ത വഴികളാവുമ്പോളേ അതൊക്കെയാണ് ടാസ്ക്. ഇവിടെ നമ്മളെ നാട്ടിലെ മറ്റേ പൂച്ചവാലി എന്നൊക്കെ പറയണ പോലത്തെ സംഭവം ഇല്ലേ, ഇതൊക്കെ ഇങ്ങനെ നല്ല ഇതില് നന്നായിട്ട് വലിയ പുല്ല് ഇങ്ങനെ നിറഞ്ഞു നിക്കുന്നുണ്ട്. പിന്നെ ഇത് എന്നിട്ട് ഇത് മൈലാഞ്ചി അല്ല അല്ലെ, മൈലാഞ്ചി പോലെ തോന്നുമെങ്കിൽ ഇതിന്റെ അല്ല, മൈലാഞ്ചി അല്ല ഈ സാധനം. അല്ല, ഒരു കട്ടിയാണല്ല മൈലാഞ്ചി ഇല, അത്ര കട്ടിയില്ലാതെ കുറച്ചുകൂടെ പരന്നിട്ടില്ല. ഇത് കുറച്ച് ഷോർട്ടാണ്, തിക്കാണ് മൈലാഞ്ചി അല്ല. അതാണ് റോഡ് കാണുന്നുണ്ടോ, വണ്ടികൾ ഇങ്ങനെ പോകുന്നുണ്ടാവില്ല, ഈ മലയിടുക്കിന്റെ സൈഡിൽ കൂടെ വണ്ടികളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. നമുക്കിങ്ങനെ ബ്യൂട്ടി ഇങ്ങനെ കണ്ടു നടക്കാനൊക്കെ നല്ലൊരു. എന്തൊക്കെ കരയണ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ, തവള കരയണ പോലത്തെ എന്തോ ഒരു സൗണ്ട്. തവള ഉണ്ടോ അവിടെ? പാമ്പ് പിടിച്ചിട്ടുണ്ടാവും ചിലപ്പോ. ഇവിടെ തവള ഉണ്ടോ? തവള ഉണ്ടാവും, ഇല്ലാണ്ടിരിക്കുന്നില്ല. എല്ലാ സാധനവും ഉണ്ട്, നമുക്ക് അധികം പുറത്തേക്ക് കാണില്ല എന്നുള്ള എല്ലാ സാധനവും ഇവിടെ ഉണ്ട് സത്യം പറഞ്ഞ. ഇപ്പൊ ഞാൻ ഇവിടെ വന്നിട്ട് പാമ്പിനെ കണ്ടിട്ടില്ല, പക്ഷെ പാമ്പിനെ ഇവിടുന്ന് കണ്ട് ഞാൻ ചെറുതിനെ ഒരെണ്ണത്തിന്. നെറ്റ്വർക്ക് പോയാ? എന്താണ് കേട്ടില്ല, ഒന്നും കേട്ടില്ല. അല്ലാന്ന് പാമ്പിനെ ഞാൻ ഇവിടെ വന്നിട്ട് കണ്ടിട്ടില്ല, പക്ഷെ ഞാൻ ഇവിടെ ഇതിന്റെ ഉള്ളിൽ നിൽക്കുമ്പോ പാമ്പിനെ കണ്ട് ഞാൻ ഇതിന്റെ ഉള്ളിൽ നിന്ന്. അതിന്റെ ഉള്ളിൽ കണ്ടു അല്ലേ? ഓക്കെ. ഇവിടെ അരുവിയൊക്കെ ഉണ്ട്, കിളികളുണ്ട്. ഇവിടെ ഇല്ലാത്ത സാധനങ്ങളൊന്നും ഇല്ല. ഇവിടുത്തെ പാമ്പിന് വിഷം കൂടുന്നില്ല പറയുന്നു. അത് ഈ ചൂട് കാരണേ. അതിനെ അതിജീവിക്കേണ്ട സംഭവമാണ് ഈ വിഷം തോന്നുന്നില്ല, ചൂടിനെ അതിജീവിക്കേണ്ടതാണ് തോന്നുന്നില്ലേ. വഴികൾ, പനകൾ, അപ്പുറത്തെ സൈഡിൽ കൂടെ ഒന്ന് നടന്നു നോക്കാം നമുക്ക്. ഇവിടെ വെള്ളം തിരിച്ചു വിടാനുള്ള ചാലുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഉണ്ടാവും, കാരണം അവിടെ ഇടക്കിടക്ക് മഴ പെയ്യണതല്ലേ. ഇവിടെ മറ്റേ പെട്ടെന്നുള്ള വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന പോലത്തെ സ്ഥലങ്ങളൊക്കെ അല്ലേ. അതന്നെയാണ് ഈ തോട് കെട്ടണത്. അത് ഫുജൈറ ഭാഗത്തുണ്ട്, കണ്ടമാനം വലിയ തോട് ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം വെള്ളം എപ്പോഴാ കുതിച്ചു വരാന്ന് അറിയില്ല, മലമേലെന്നേ. അതെ. ഇവിടെ ആ പുല്ലൊക്കെ നല്ല രീതിയിലുണ്ട്. ഇവിടെ ഇവര് അവിതറായ നമ്മുടെ ചെക്കന്മാരും ഇവിടെ വന്നിട്ടിരിക്കും. ഇതിന്റെ ഉള്ളിലേക്ക് കടക്കാനുള്ള വഴിയുണ്ട്, പക്ഷെ ഇങ്ങനെ വെള്ളമുള്ളിടത്തേക്ക് എത്തി. വെള്ളമുള്ളിടത്തേക്ക് എത്തി ഇവിടെ. പക്ഷെ നല്ല വെള്ളം, മീനൊക്കെ ഉണ്ട് ട്രെയില്. മീനുണ്ടാ? കുഞ്ഞു മീനുകളാണ്, വലിയ മീനല്ല. വളരാൻ പറ്റാണ്ടല്ലേ.
ഇത് ഇപ്പൊ മീനിന്റെ കാര്യം